നമുക്കൊരു ടണൽ വരുന്നുണ്ട്. ഇത് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൽ വന്നപ്പോഴേ എനിക്ക് തോന്നുന്നത് 100 കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഇങ്ങനത്തെ ടണൽ, ചെറിയ ഗുഹകൾ എത്രണമെന്ന് പറയാം കവർ ചെയ്ത് പോയത്. ഒരു 5 മിനിറ്റൊക്കെ ബുള്ളറ്റ് ട്രെയിനിൽ വന്നപ്പോൾ ഇതേപോലത്തെ ഗുഹകൾ കവർ ചെയ്ത് പോയി. അപ്പോൾ എന്താ പറയുക, നമുക്കിനി വയനാട് ഇതേമാതിരി ഒരു ടണൽ വരുന്നുണ്ടെന്ന് പറയുന്നു. നോക്കിയാൽ 3 ഓക്സിജൻ സിലിണ്ടർ അവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ കറക്റ്റ് ഒരു ഇമ്പിലറാണ് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്, ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ മിതമായ സ്പീഡിലാണ് വണ്ടികൾ പോകുന്നത്, കണ്ടില്ലേ? നോക്കിയേ, ഇത്ര കുലീനമായിട്ടാണ്. ഇപ്പോൾ ഈ ബസ്സും ആ കാറും പാലിച്ചിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 16 മീറ്ററാണ്. പിന്നെ ഈ ഒരു കാറും ഇതിൻ്റെ തൊട്ട ഈ ബസ്സിനോട് ചേർന്നൊരു കാറുണ്ട്, കണ്ടോ? നോക്കിയേ, എല്ലാവരും അകലം പാലിച്ചിട്ട് അങ്ങനെ കട്ടയ്ക്ക് പോകുന്നില്ല. എന്തെങ്കിലും ചെറിയൊരു സിഗ്നൽ കിട്ടിയ എല്ലാവരും കുറച്ച് നല്ല ഗ്യാപ്പ് ഫീൽ ചെയ്തുകൊണ്ട് അവിടുത്തെ വണ്ടികൾ എപ്പോഴും ഓടിക്കുന്നത്. അതിന് ക്വാളിറ്റിയാണ് കേട്ടോ സംഭവം. എന്ന് പറഞ്ഞാൽ ഞാനിത് കണ്ടിട്ടുള്ളത് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾക്ക് ഇത് എന്തുകൊണ്ട് നമ്മളവിടെയും പാലിച്ചോടാം. പക്ഷെ നമുക്ക് നല്ല റോഡില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനിയുള്ള ഹൈവേ ഒക്കെ വരുന്നതുകൊണ്ട് ഒക്കെ ഇതേപോലെ തന്നെ ആയിക്കോളും എന്നൊക്കെ വിചാരിക്കണം. ഹൈവേ ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 1 ലൈനിൽ വലിയ വണ്ടികളും ചെറിയ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ലൈന് വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടാക്സ് കൊടുക്കുന്നതിനും റോഡ് ടാക്സ് കൊടുക്കുന്നതിനും നമ്മൾ വണ്ടിയുടെ ടാക്സ് കൊടുക്കുന്നതിനൊക്കെ നമുക്കത് മുതലാകുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വണ്ടിയിലും ലോറികളും ബസ്സുകളും പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെവിടെ വണ്ടി ഓടിക്കും? ആക്സിഡൻറ്റിൻ്റെ പൂരപ്പുറമ്പായിരിക്കും. കാരണം ബാക്കിൽ പോയി കയറും, കാറുകൾ ഹൈ സ്പീഡായിരിക്കും. അപ്പോൾ അത് വരുമ്പോൾ ലോറി വലിയ ഇങ്ങനത്തെ ഹൈ സ്പീഡ് ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ആക്സിഡൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ കൺട്രോൾ ചെയ്ത് കറക്റ്റാക്കി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ആക്സിഡൻറ്റ് കുറയും. അതുപോലെ വലിയ വണ്ടികളൊക്കെ ഈ ഹൈ സ്പീഡ് ട്രാക്കിൽ കയറ്റിക്കഴിഞ്ഞാൽ അപ്പം കൊടുക്കണം. വയറ് നിറച്ചുള്ള ഫൈൻ കൊടുത്താൽ പിന്നെ ഒരിക്കലും അവൻ ആ പരിപാടിക്ക് നിൽക്കില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം എന്താ, ഈ സർക്കാരിനൊരു വരുമാനമാവും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെന്താ പറയുക, കുറേ ആക്സിഡൻറ്റ് ഉണ്ടാക്കി കുറേ ആൾക്കാരെ കുറഞ്ഞു പോകും. കാരണം നമ്മളെ എല്ലാവരും പാവങ്ങളാണ്. അവരാഗ്രഹം കൊണ്ടൊക്കെ ഒരു വണ്ടി മേടിക്കുന്നത്. അവർ അങ്ങനെ എന്താ പറയുക, റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിൻ്റെ ലൈസൻസ് നിങ്ങൾ പറഞ്ഞ പോലെ ഈ സ്കൂളൊക്കെ പറഞ്ഞ് ലൈസൻസ് കൊടുക്കുന്ന പോലെ അല്ല, അത് അവർ പാലിക്കാൻ വേണ്ടി റോഡിൽ വരുമ്പോൾ കാണുന്നത് മറിച്ചൊന്നാണ്. കാരണം ട്രാഫിക്കെല്ലാം തെറ്റിച്ചിട്ടുള്ള വണ്ടികൾ ഓടിക്കുമല്ലോ, അവിടെ മറിച്ചൊന്ന് അങ്ങനെ കാണും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് എന്താ പറയുക, അതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിലെ ഹൈവേ ഒന്നും കൂടി അടിപൊളിയാവും. കാരണം ഇതിപ്പോൾ ഒരു ചൈനേൻ്റെ ടണൽ കേട്ടോ. ഇത് എവിടെ മിച്ച അവസാനിക്കും? കുറേ ഉണ്ടല്ലേ, കുറച്ചുകൂടി ദൂരം ഈ ടണലുണ്ട്. കാരണം എന്തായാലും ഇവിടുത്തെ ട്രാഫിക്കാണെങ്കിലും അതുപോലെ എന്താ പറയുക, എവിടെയും ബ്ലോക്ക് അങ്ങനെ വലിയതായിട്ട് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് ചെറിയ ബ്ലോക്ക് വന്നാൽ അപ്പം തന്നെ ഈ ബ്ലോക്ക് ഒഴിവാകുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഞാൻ കണ്ട ഒരു കാഴ്ച. കാരണം എന്താ പറഞ്ഞാൽ നോക്കി അങ്ങോട്ടൊരു പാസേജും കൂടിയും ഈ മലയിൽ നിന്ന് അങ്ങോട്ടുണ്ട്, കണ്ടില്ലേ? ആ വണ്ടികളൊക്കെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ടണൽ തീരാനായി തോന്നുന്നു. കാരണം ഇവിടെ ആർക്കും ഒരു അർജൻറ്റ് ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം അർജൻറ്റാക്കിയിട്ട് വണ്ടി ഓടിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാനില്ല. കാരണം ഇവിടെ ചെറിയ എന്താ പറയുക, ടീനേജ് ആയാലും ശരി, കൂടുതൽ പ്രശ്നക്കാർ അവരായിരിക്കുമല്ലോ. കാരണം ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കൽ ഒരു ക്രൈസാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ ആരും കാണുന്നില്ല. പിന്നെ നോക്കിയാൽ ഇതുപോലെ കാട്ടുമുക്കാണല്ലേ, അതിൻ്റെ ഉള്ളിലൊക്കെ ബിൽഡിംഗ് ആണോ, വലിയ വലിയ ബഹുനില കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇതാണ് ചൈനത്തെ അവസ്ഥ. അപ്പോൾ കൃഷിയിടങ്ങളാണെങ്കിൽ ശരി, കെട്ടിടങ്ങളാണെങ്കിൽ ശരി, ഓഫീസുകളാണെങ്കിൽ ശരി, ഒക്കെ എല്ലാ ഭാഗം ഇവർ യൂസ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. എല്ലാം ഒരു ഭാഗം പോലും ഇവർ വെറുതെ വിട്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ അടുത്തൊരു ടണലും കൂടി വന്നു. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുപോലെ നമുക്ക് വയനാട്ടിലും വരട്ടെ ഒരു അടിപൊളി ഒരു ടണലും കാര്യങ്ങളും, എന്താ പറയുക, നല്ല റോഡും ഒക്കെ നമ്മുടെ നാട്ടിലും വരുന്നുണ്ടല്ലോ. അതെല്ലാം വരട്ടെ. ട്രാഫിക് റൂളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സർക്കാർ കർശനമായിട്ട് ഒരു എന്താ പറയുക, ഒരു നടപടിയെടുത്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ റോഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് നമുക്ക് ആ റോട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകാനൊക്കെ പറ്റും. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ബിസിനസ്സിൻ്റെ എന്താ പറയുക, ബിസിനസ് ഒന്നും കൂടി വർദ്ധിക്കും. അത് പുരോഗതിക്ക് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് വിജയം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ പഴയ കുഴി തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം കുറച്ചൊക്കെ എന്താ പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും കൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം നല്ലതെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ നല്ലതുണ്ട്. അതിപ്പോൾ മറ്റുള്ള രാജ്യത്തിലെ ആൾക്കാരും കോപ്പി ചെയ്യണം. അതുപോലെ നമുക്ക് ഈ ഓരോ രാജ്യത്ത് എന്ത് കാണണോ അത് ഓരോരുത്തരും എവിടെ
എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുന്നത് അത് തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ ഓക്കെ, ബായ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.